ഹായ്, നമസ്കാരം. ഒരിക്കൽ കൂടി മുംബൈ അച്ചയൻസിലേക്ക് സ്വാഗതം. ആത്മീയ ചിന്തകൾ കൂടുതലുള്ള ഒരു സമയം, മാസങ്ങൾ, എല്ലാ മതവിഭാഗങ്ങളും പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുന്ന സമയമായതുകൊണ്ടാകാം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ധ്യാനം അല്ലെങ്കിൽ രോഗശാന്തി ശുശ്രൂഷ. ഇത് ഒരു മതവിഭാഗത്തിൻ്റെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതായത് എല്ലാ മതവിഭാഗങ്ങളിലുള്ള ഒരു സംഗതിയാണ് ധ്യാനത്തിലിരിക്കുക എന്ന് പറയുന്നൊരു സംഗതി. അത് കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്നത് കൂടുതലും ക്രിസ്തീയ വിഭാഗത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ധ്യാന കേന്ദ്രങ്ങളും രോഗശാന്തി ശുശ്രൂഷയൊക്കെ അവരുടേതാണ് കൂടുതൽ പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, എല്ലാ ജാതി മതവിഭാഗങ്ങളിലും ഈ പറഞ്ഞ സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത്, ഈ രോഗശാന്തി എന്ന് പറയുന്ന ഒരു സംഗതി, അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ധ്യാനത്തിൽ. രോഗശാന്തി എന്ന് പറയുമ്പം അതിപ്പോൾ ശാരീരികമായ രോഗങ്ങൾ മാത്രമല്ല, മനസ്സിൻ്റെ രോഗമൊക്കെ അതിൽപ്പെടാം. രോഗശാന്തി എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മളൊരു ധ്യാനത്തിൽ പോയിരിക്കുമ്പം അവിടെ നടക്കുന്നത് നമ്മൾ മറ്റൊരു ലോകത്തിലായിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ മനസ്സെന്ന് പറയുന്നത് എന്താണ്? മനസ്സ് നമ്മുടെ ശരീരത്തിലെ ഒരു ഓർഗനാണോ, ഒരു അവയവമാണോ? അല്ല. മനസ്സ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് രൂപമില്ല, അതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് അറിയില്ല, എന്താണെന്ന് വ്യക്തമായൊരു ഡെഫിനേഷൻ ഇല്ലാത്തൊരു സംഗതിയാണ് മനസ്സെന്ന് പറയുന്നത്. ബാക്കിയുള്ള അതൊക്കെ നമുക്കറിയാം, കൃത്യമായി നമുക്കറിയാം. പക്ഷേ മനസ്സിന് ഒരു ഡെഫിനേഷൻ ഇല്ല. എന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മനസ്സുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ മനസ്സ് വേണം, മനസ്സ് എല്ലാം മനസ്സിൽ അധിഷ്ഠിതമാണ്. മനസ്സ് പറയുന്നത് പോലെയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ മനസ്സെവിടെയാണ്? നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ സിഗ്നൽസ് തരുന്നത് നമ്മുടെ ബ്രെയിൻ, തലച്ചോറുമായി ബന്ധപ്പെട്ട ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ വികാരങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ് ഈ മനസ്സെന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊരു അവയവമൊന്നുമല്ല. പക്ഷേ എങ്കിൽ ഈ മനസ്സ് പറയുന്നതനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുക. അപ്പോൾ ശരീരത്തിൻ്റെ രോഗങ്ങളെന്ന് പറയുന്നത്, ശാരീരിക അവസ്ഥ എന്ന് പറയുന്നത് മനസ്സ് നിയന്ത്രിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ മനസ്സിനെ ശാന്തമാക്കിയെടുക്കുകയാണ് രോഗം വരാതിരിക്കാൻ ഏറ്റവും നല്ല വഴി. മനസ്സിനെ ശാന്തമാക്കിയെടുക്കുക. നമുക്കൊരു ഉദാഹരണത്തിനൊരു പാമ്പ് കടിച്ചൊരാൾ. പാമ്പ് കടിക്കുമ്പം ഭയപ്പെടുന്ന, ഒരുപാട് പേടിക്കുന്ന ഒരാൾക്ക് കൂടുതൽ അപകടം സംഭവിക്കും. അതേസമയം ആ പാമ്പ് കടിച്ചത് അറിയുക പോലും ചെയ്യാതിരിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഭയം ഒട്ടുമില്ലാത്ത ഒരാൾക്ക് അതുമൂലമുണ്ടാകുന്ന അപകടം കുറയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭയക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ സ്പീഡ് കൂടും. അപ്പം ഈ പോയിസൺ പെട്ടെന്ന് നമ്മുടെ ശരീരം മൊത്തം വ്യാപിക്കും. അതേസമയം ഭയപ്പെടാതിരിക്കുന്ന സമയമാണെങ്കിൽ അത്രയും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യില്ല, അതിലൂടെ പോയിസൺ സ്പ്രെഡ് ചെയ്യില്ല. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് സാവകാശം കിട്ടും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞ കാര്യമുള്ളൂ. ഇപ്പം നമ്മളൊരു ഒറ്റത്തടി പാലത്തിലൂടെ, ഒരു തോടിന് കുറുകെ ഒരു തെങ്ങിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഒറ്റത്തടി പാലം, പഴയ കാലത്തൊക്കെ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും കാണാൻ പറ്റും. ആ ഒരു ഒറ്റയടി പാലത്തിലൂടെ നമ്മൾ പോകുമ്പം നമുക്ക് ഭയം തോന്നും. പക്ഷേ അതിൻ്റെ അപ്പുറയും ഇപ്പുറയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കയറ്, അത് വളരെ ചെറിയ കയറായാലും മതി, പിടിച്ചാൽ പൊട്ടിപ്പോകുന്ന ഒരു കയർ, ഒരു ചരടായാലും മതി, അത് പൊട്ടിപ്പോയിക്കോട്ടെ, എന്നാൽ പോലും ബലമില്ലാത്തതായിക്കോട്ടെ, എന്നാൽ പോലും അതവിടെ ഉണ്ടെങ്കിൽ അതിൽ നമുക്കൊന്ന് തൊടാൻ സാധിച്ചു കഴിഞ്ഞാൽ പകുതി ഭയം അവിടെ ഇല്ലാതാവും എന്നതാണ് വസ്തുത. അപ്പോൾ അത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. മനസ്സിൽ ഭയമില്ലെങ്കിൽ അല്ലെങ്കിൽ മനസ്സ് ശാന്തമാണെങ്കിൽ ഇതൊന്നും നമ്മളെ ഏൽക്കില്ല. അപ്പോൾ ഈ മനസ്സിനെ ശാന്തമാക്കിയെടുക്കുക എന്നതാണ് ഈ ധ്യാനത്തിലൂടെ സംഭവിക്കുക. നമ്മളൊരു ധ്യാനത്തിലായിരിക്കുന്ന സമയത്ത്, ഒരു ദിവസമാകാം, 2 ദിവസമാകാം, ഒരാഴ്ചയാകാം, കുറേ ദിവസങ്ങളാകാം, ഈ സമയത്ത് നമ്മൾ ബാഹ്യമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി വേറൊരു അന്തരീക്ഷത്തിൽ ലയിച്ചിരിക്കുകയാണ്. നമ്മുടെ ബാഹ്യമായ പ്രശ്നങ്ങളാണ് നമ്മളെ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോയി വിടുന്നത്. അത് മാനസികമായ പ്രശ്നങ്ങളുണ്ടാകാം, ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പ്രഷറാകാം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൻ്റെ ആകാം, അറ്റ്മോസ്ഫിയർ, ആ പരിസരത്തിൻ്റെ ആകാം. അങ്ങനെ പല പല പ്രശ്നങ്ങളിൽ ഉഴലുമ്പോഴാണ് നമ്മൾ രോഗാവസ്ഥയിലേക്ക് പോകുന്നത്. ഈ അവസ്ഥയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ധ്യാനത്തിലിരിക്കുമ്പോൾ സംഭവിക്കുക. അപ്പോൾ ധ്യാനത്തിലിരിക്കുമ്പം അവിടെ
ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ക്രിസ്തീയ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഉച്ചത്തിൽ പാടുന്നു, കൈകൊട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിലും അങ്ങനെ കുറച്ച് വ്യത്യസ്തമായ, സാധാരണ നമ്മുടെ ജീവിക്കുന്നതിന് വ്യത്യസ്തമായ ചില രീതികൾ അവിടെ കണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ അടച്ചിട്ട് മുറിയിൽ വേറൊരു ശബ്ദവുമില്ലാതെ നിശബ്ദമായി ഒറ്റയ്ക്കിരുന്ന് ഏകാഗ്രതയോടെ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ ഉണ്ടാവുക. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ആ സമയത്ത് നമ്മളിലേക്ക് ബാഹ്യമായ ചിന്തകളൊന്നും കടന്നു വരുന്നില്ല. നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ബാഹ്യമായ പ്രശ്നങ്ങൾ, നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ, നമുക്ക് വേദന തരുന്ന പ്രശ്നങ്ങൾ, നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ആ സമയത്ത് മാറിപ്പോകും. ആ സമയത്ത് അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്കതിന് പകരം പോസിറ്റീവ് എനർജി തരുന്ന നല്ല കാര്യങ്ങൾ മാത്രം. ഇപ്പോൾ മതപരമായ രീതിയിലാണെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ, അല്ലേപ്പോലും നമുക്കിപ്പോൾ മതത്തിൽ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോയിരുന്നു. പണ്ട് കാലത്ത് നമുക്കറിയാം, നമ്മുടെ സന്യാസിമാരൊക്കെ വ്രതമനുഷ്ഠിക്കാൻ വേണ്ടി അങ്ങ് പർവ്വതങ്ങളുടെ മുകളിൽ, മലകളുടെ മുകളിലൊക്കെ പോകുന്നത് മറ്റൊരു ശല്യവുമില്ലാതെ ഒറ്റയ്ക്ക് ഏകാഗ്രതയോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ജാതിയുടെയും മതത്തിൻ്റെയും കൂട്ടുപിടിക്കണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് സമാധാനത്തോടെ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നമുക്ക് ഏതാണോ യുക്തം, ശാന്തമായിരിക്കാൻ ഏതാണോ നല്ലത്, അത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി അവിടെ ഇരുന്നിട്ട് നമ്മൾ ഈ ധ്യാനം നടത്തിയാലും മതി. അപ്പം നമുക്ക് ആ സമയത്ത് ബാഹ്യമായ ഒരു ചിന്താഗതികളും വരാതെ, നമ്മളെ അലട്ടുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതികളും വരാതെ നമ്മൾ തികച്ചും പോസിറ്റീവായ ചിന്തയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ ആ മനസ്സിൻ്റെ ശാന്തത നമ്മുടെ ശരീരത്തിലേക്ക് ശരീരമാകെ പകരും. അപ്പോൾ നമ്മുടെ സെല്ലുകളെല്ലാം ഒന്ന് ആക്റ്റീവ് ആകും. നിർജീവമായി കിടന്നിരുന്ന കോശങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുപോലെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ നന്നായി കൂടും. ഇതൊക്കെ വരുമ്പം നമ്മുടെ ശരീരത്തിൽ വേദനകൾ അങ്ങ് ഇല്ലാതാവുക ചെയ്യുന്നു. വേദനകൾ ഇല്ലാതാവുന്നു, ശരീരത്തിൻ്റെ ആ ഒരു പിരിമുറുക്ക് ഇല്ലാതാവുന്നു. അതോടുകൂടി വേദന അറിയാതെ വരുന്നു, അസുഖങ്ങൾ മാറിയതായി ഫീൽ ചെയ്യുന്നു. അതായത് നമ്മളെ ബന്ധനത്തിൽ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അസുഖങ്ങൾ ഫ്രീ ആയപ്പോൾ, റിലാക്സ് ആയപ്പോൾ ആ അസുഖങ്ങൾ ഇല്ലാതായി മാറുന്നു. ഇങ്ങനെയാണ് രോഗശാന്തി സംഭവിക്കുന്നത്. അപ്പോൾ മനസ്സിന് കൊടുക്കുന്ന ഹീലിംഗ്, ശാന്തത, അതാണ് ശരീരത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് ശരീരത്തിൻ്റെ വേദനകളും വിഷമങ്ങളും അസുഖങ്ങളൊക്കെ മാറി ശരീരം സുഖമായി മാറുന്നത്. ഈ മ്യൂസിക് തെറാപ്പിയെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മ്യൂസിക് തെറാപ്പിയുടെ ഒരു വശം ഇതുതന്നെയാണ്. സംഗീതത്തിൻ്റെ ആ ഒരു തീവ്രതയിൽ അത് ലയിച്ച് കഴിയുമ്പം നമ്മൾ മനസ്സ് ഉന്മേഷമായി മാറുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ മാറിപ്പോകും. അതാണ് അതിൻ്റെ തിയറി. അപ്പോൾ ഇതുപോലെ നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പം നമ്മുടെ മനസ്സിനെ ശാന്തതയിലേക്ക് കൊണ്ടുവരുന്നു. ആ ശാന്തതയിൽ നിന്നും നമ്മുടെ ശരീരം ഊർജ്ജസ്വലമായി തിരിച്ചു വരുന്നു. അങ്ങനെ നമ്മൾ അസുഖത്തിൽ നിന്ന്, അതുപോലെ ശാരീരിക മാനസിക വ്യഥകളിൽ നിന്നൊക്കെ നമ്മൾ മോചിതരാകുന്നു. ഇതാണ് ശരിക്കും ഈ രോഗശാന്തി എന്നൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ജാതിയുടെ മതത്തിൻ്റെ കൂട്ടുപിടിക്കണമെന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്നത്. ധ്യാനിക്കാൻ കിട്ടുന്ന അവസരം, മെഡിറ്റേഷൻ, യോഗയിലൊക്കെ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരുപാട് യോഗാഭ്യാസങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല കാര്യങ്ങളാണ്. മെഡിറ്റേഷൻ, ധ്യാനം, അത് ശരീരത്തിനും മനസ്സിനും ഏറെ സുഖം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ വിനിയോഗിക്കുക. നല്ല രീതിയിൽ മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കുക. ശരീരം അതനുസരിച്ച് നമ്മോട് പ്രതികരിക്കും. അതിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.